സോഷ്യൽ സയൻസിൻ്റെ ഉത്തരം എഴുതുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വലിച്ചു വാരി ഉത്തരം എഴുതും. ശരിക്കും അങ്ങനെയല്ല എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും അവർ ചില ഡയറക്റ്റ് വേർഡ്സ് ചോദിക്കും. ആ വേർഡ്സിനെ ഡീകോഡ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ 2, 3 ഡയറക്റ്റ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് അനലൈസ്. അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിനെ നിങ്ങൾ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് അനലൈസ് ചെയ്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എഴുതാനുള്ളതാണ് അനലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്നത് ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ 2 സൈഡും നോക്കുക. പ്രോസ് കോൺസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുക. അതിന് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതാണ് ജസ്റ്റിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാക്ഷിയായിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മളങ്ങനെ ബയസ്ഡ് ഒന്നും ആകാതെ 2 സൈഡും നമ്മൾ നോക്കിയിട്ട് അത് എഴുതുന്നതാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കസ്. ഡിസ്കസ് എന്ന് പറയുന്നത് ആ ചോദ്യം കണ്ടിട്ട് നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണോ ആ ചോദ്യം എഴുതാൻ പറ്റുന്നത് അതിനെയാണ് ഡിസ്കസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി കൃത്യമായിട്ടുള്ള പോയിൻറ്റ്സ് സഹിതം എഴുതുക. അതിലും നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊടുക്കാം. അതിൻ്റെ അകത്ത് കേസ് സ്റ്റഡീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെയാണ് സോഷ്യലിലെ ആൻസർ എഴുതേണ്ടത്. അല്ലാതെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതെല്ലാം വലിച്ചെഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാർക്ക് കിട്ടത്തില്ല.